ഹലോ നമസ്കാരം. മഴത്തോരു മുംബൈയുടെ നാളത്തെ ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ പ്രണയാതുരമായിട്ടുള്ളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് മനുവും അലീനയും കൂടിയിട്ട് കടപ്പാട്ടൂർ തന്നെ തിരിച്ചെത്തുകയാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിസമാപ്തി ആയേക്കാണ് ഈ യാത്രയുടെ. പക്ഷേ ഇനി തുടർന്നും അങ്ങോട്ട് ഒരുപാട് പ്രണയ യാത്രകളും പ്രണയ സംഭാഷണങ്ങളും പ്രണയ രംഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അതായത് കുറച്ച് പ്രശ്ന സങ്കീർണമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. അങ്ങനെ മനുവും അലീനയും കൂടി കടപ്പാട്ടൂർ തിരിച്ചെത്തിയേക്കാണ്. മനു ഒരു പ്രണയ സമ്മാനം അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മുത്തം കൈവെള്ളയിൽ വെച്ച് കൊടുക്കുകയാണ്. അത് തുറക്കരുത്, പറന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അലീന അത് ഭദ്രമായിട്ട് കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ച് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മനു തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോയതിന് ശേഷം അലീന ആ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ നോക്കണം. മനു പോയതിന് ശേഷമാണ് അലീന കൈ തുറക്കുന്നത്. ഭയങ്കര സന്തോഷവും അലീനയ്ക്കും തന്നെ ഭയങ്കര സന്തോഷം പ്രണയവും ഒക്കെ ആട്ടോ. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രണയമാണ്. അപ്പോൾ അങ്ങനെ മനു തിരിച്ചു പോവുകയാണ്. അതിനുശേഷം അലീന വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മുടെ ബബിത മാത്രമേ ഉള്ളൂ. പക്ഷേ ബബിത മാത്രമല്ല, ബബിത അവിടെ ഒരു കള്ളത്തരം കൂടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അമലിനെ കൂടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അലീന ഇപ്പം തന്നെ തിരിച്ചു വരും എന്നുള്ളത് ബബിതയ്ക്ക് അറിയില്ല. അച്ഛൻ പോയി, കൃഷ്ണ പോയി, രോഹിത്ത് പോയി, വീട്ടിൽ ആരുമില്ല, അമ്മ ഹോസ്പിറ്റലിൽ, അലീനയും വീട്ടിലില്ല. അപ്പോൾ കിട്ടിയ അവസരം മുതലെടുത്ത് ഇത്രയും നാളും മറ്റ് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവരുടെ ഡിങ്കോളിഫിക്കേഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നേരെ വീട്ടിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയേക്കാണ് ബബിത അമലിനെ. അങ്ങനെ അമൽ വീട്ടിലുണ്ട്. അങ്ങനെ ആ സമയത്താണ് അലീന കയറി വരുന്നത്. അലീന ചെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്ത് ഭവിത ആകെ തത്രപ്പാടിലാവുകയാണ്. അതായത് അലന് റൂമിലുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ടുള്ള ആകെ ഒരു ടെൻഷനിലാണ് ഇവർ നിൽക്കുന്നത്. എങ്ങനെ ഇനിയിപ്പോൾ ആരായിരിക്കും വന്നിട്ടുണ്ടാവുക ഈ സമയത്ത് എന്നൊക്കെ വിചാരിച്ച് ആകെ പേടിച്ചിട്ടാണ് ബബിത വന്ന് ഡോറ് തുറക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഡോറ് തുറക്കുന്ന സമയത്ത് അലീനയെ കണ്ടിട്ട് ബബിത ഞെട്ടിപ്പോവാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അലീന ഇപ്പം തന്നെ വരുമെന്നുള്ളത്. അപ്പോൾ ബബിതയുടെ ഈ ഒരു പരവേശമൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് എന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റാൻ എന്ന് ചോദിക്കുന്നുണ്ട് ബബിത. അപ്പോൾ അലീന തിരിച്ച് ചോദിക്കണമല്ല, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞു, നിനക്ക് എന്ത് ഡോക്ടറെ കാണാനുണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അലീന. ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛനാ പറഞ്ഞത്, നീ അമ്മയെ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ നിനക്ക് എന്തോ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു, എന്ത് പറ്റി, എന്താ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ബബിത ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് അതൊക്കെ അറിയുന്നത്, എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ അതൊക്കെ, നീ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ് ബബിത. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ എന്ന് പറയാണ്. ഞാൻ ഈ വീട്ടിലുള്ളതല്ല, അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്, ഇത് എൻ്റെയും കൂടി വീടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ വീടോ, ഇതെങ്ങനെയാണ് നിൻ്റെ വീടാവുന്നത്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും ഞങ്ങളുടെ വീടാണ് ഇത് എന്ന് പറയുമ്പോൾ ആ അച്ഛൻ്റെ മകളാണ് ഞാൻ എന്നുള്ളത് നീ അറിഞ്ഞ കാര്യമല്ലേ, അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് അച്ഛൻ്റെ മകളാണെന്നും പറഞ്ഞാൽ ഞങ്ങളതങ്ങോട്ട് വിശ്വസിക്കുമല്ലേ, ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല നീ അച്ഛൻ്റെ മകളാണ് എന്നുള്ള കാര്യമെന്ന് ബബിത പറയാണ്. അത് നീ വിശ്വസിക്കാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ, അത് എൻ്റെ വിഷയമല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ എന്തോ സംതിങ് റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇവിടെ ആരും വന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന നേരെ റൂമിലേക്ക് പോവുകയാണ്. തൻ്റെ ബാഗ് റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അവളുടെ ബാഗൊക്കെ ആകെ അലങ്കോലമായിട്ട് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുക കേട്ടോ. അപ്പോൾ അത് എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നറിയാഞ്ഞിട്ട് അലീന ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ആരോ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത അലീനയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്. ഈ വീട്ടിൽ ആരോ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ കിച്ചണിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് അലീനയ്ക്ക് ആകെ ഒരു സംശയം തോന്നുകയാണ്. എന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും വന്നോന്ന്, ഇവിടെ ആര് വരാൻ, ഇവിടെ ആരും വന്നില്ല എന്ന് പറയാണ്. അല്ല ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ ആരോ കടന്നിട്ടുണ്ട്, ഏതോ ഒരാൾ ഇതിനുള്ളിൽ കടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഈ വീട്ടിനുള്ളിൽ ആരോ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ബബിത വീണ്ടും. പക്ഷേ അലീന അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ബബിതയ്ക്കാണെങ്കിൽ ആകെ പരവേശമാണ്. ഇവിടെ അമൽ വീട്ടിലുണ്ട്, എങ്ങനെയെങ്കിലും അലീനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയ ഇഷ്യൂ ആവുമല്ലോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ബബിതയുടെ ഉള്ളിലുണ്ട്.
അപ്പോൾ അലീനയാണെങ്കിൽ ഈ കള്ളനെ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബബിത വീണ്ടും പറയുന്നുണ്ട് ഇവിടെ ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല, ഇവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ടുപിടിക്കാം, ആ കള്ളൻ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊരു കത്തി പിടിച്ചുകൊണ്ടാണ് അലീന ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത്. കാരണം തന്നെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആക്രമിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്തി പിടിച്ചിട്ടാണ് ഇങ്ങനെ അലീന നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അലീന മുകളിലേക്ക് കയറി പോകുമ്പോൾ ബബിതയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട് മുകളിലേക്ക് എന്തിനാണ് പോണത്, അവിടെ ആരുമില്ല, അവിടെ ഞാൻ എൻ്റെ റൂമിലായിരുന്നു, ഇവിടെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, കള്ളൻ ഇതിനകത്ത് തന്നെയുണ്ട്, അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലീന മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് ബബിതയുടെ നെഞ്ചിടിപ്പ് കൂടുക കേട്ടോ. അങ്ങനെ അലീന നേരെ ചെന്ന് അച്ഛൻ്റെ റൂമിലും രോഹിയുടെ റൂമിലൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം ബബിതയുടെ റൂമിലേക്ക് തുറക്കുന്ന സമയത്ത് അവിടെ അമൽ ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അലീന നീ എന്താടാ എൻ്റെ വീട്ടിൽ എന്ന് ചോദിച്ചുകൊണ്ട് അമലിനോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ബബിത ഓടി വരുന്നുണ്ട്. എന്താ ബബിത ഇത്, എന്തിനാ ഇവനെ നീ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയത്, ആരുമില്ലാത്ത സമയത്ത് നീ ഇവനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരും, ചിലപ്പോൾ ഒളിച്ചിരിക്കും അല്ലെങ്കിൽ ഓടി നടക്കും, അതൊക്കെ അന്വേഷിക്കാൻ നീ ആരാടി എന്ന് ചോദിക്കുകയാണ് ബബിത അലീനയോട്. അലീന പറയുന്നുണ്ട് ഇത് എൻ്റെ കൂടി വീടാണ്, ഇവിടെ അങ്ങനെ ഒരു തെമ്മാടിത്തരം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞിട്ട് അമലിനോട് ഇറങ്ങി പോകാൻ പറയുമ്പോൾ അമൽ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഇത് എൻ്റെ വീടാണ്, നീ എന്നെ ഭരിക്കാൻ വരണ്ട, നീ ഇവിടുത്തെ ജോലിക്കാരിയാണ്, ജോലിക്കാരിയുടെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അല്ലാതെ ഇവിടുത്തെ ആൾക്കാരെ ഭരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ബബിത ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ജോലിക്കാരിയോ, മോൾ അറിഞ്ഞില്ലായിരുന്നോ അച്ഛൻ്റെ മോളാണ് ഞാൻ എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞത്, ഓ അച്ഛൻ പറഞ്ഞ കാര്യമൊക്കെ ഞങ്ങളാണ്ട് വിശ്വസിച്ചു എന്നാണോ നീ കരുതുന്നത്, ഒരിക്കലും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നീ ഒരിക്കലും അച്ഛൻ്റെ മകളല്ല, അച്ഛന് ഞങ്ങൾ 3 മക്കൾ മാത്രമേ ഉള്ളൂ, നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞ കള്ളമാണ് അത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഒരിക്കലും അച്ഛന് അങ്ങനൊരു മകളില്ല, ഞങ്ങൾക്കറിയാം അത് എന്നൊക്കെ പറയുമ്പോൾ അലീന മനസ്സിലിങ്ങനെ പറയണം നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ അച്ഛൻ്റെ എല്ലാ മകളും, ഞാൻ അമ്മയുടെ മകളാണ്, നിങ്ങളുടെ അമ്മയുടെ മകളാണ് ഞാൻ എന്നുള്ള കാര്യം അലീന ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയണം. അപ്പോൾ എന്നിട്ട് നീ എന്താടി ഒന്നും മിണ്ടാത്തത്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താടി ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ് ബബിത. ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ വാലിരിക്കുന്നത് നീ കേൾക്കേണ്ടി ഒരു മര്യാദ കമലിനെ നിൻ്റെ ഈ കള്ള കാമുകനെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതാണ് നിനക്ക് നല്ലത്, ഇവിടെ നടക്കത്തില്ല ഈ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് അലീന ദേഷ്യപ്പെടുമ്പോൾ ഇല്ല അവൻ പോകുന്നില്ല, നീ എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അച്ഛനെ വിളിക്കും, അച്ഛനെ മാത്രമല്ല ഞാൻ കൊല്ലപ്പള്ളിയിൽ വിളിക്കും, മനുവേട്ടനുണ്ട് കൊല്ലപ്പള്ളിയിൽ, ഞാൻ മനുവേട്ടനെയും വിളിക്കും, എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്തും എന്ന് പറയാണ് അലീന. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഇത്തിരി പേടി തോന്നുന്നുണ്ട്, എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സീനാവുമല്ലോ. അപ്പോൾ ബബിത പറയുന്നുണ്ട് അമൽ എന്നാൽ നമുക്ക് പോവാം, നീ പൊക്കോ, നമുക്ക് പോവാം, ഇവിടെ നിൽക്കണ്ട, ഈ നശിച്ചവൾ കാരണം നമ്മളെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കണം. അലീന പറയുന്നുണ്ട് ബബിത നിൻ്റെ പോക്ക് ശരിയല്ല, ഇവനെ ആൾ ശരിയല്ല, നീ വലിയ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത് എന്ന് പറയുമ്പോൾ നീ പോടി, നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് നീ കാരണമാടി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു നിൻ്റെ ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോൾ നീ വീട്ടിലേക്ക് വന്നതോടുകൂടിയിട്ടാണ് ഈ വീട്ടിൽ ആകെ പ്രശ്നങ്ങളുണ്ടായത്, ഞങ്ങളുടെ കുടുംബം തകർന്നു പോയത്, മര്യാദക്കൊന്ന് ഇറങ്ങിപ്പോയി തരാമോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ കരുതുന്നത് പോലെ ഒന്നുമല്ല ബബിതേ കാര്യങ്ങൾ, നീ നിൻ്റെ ലൈഫ് നീ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇനി എന്ത് നശിക്കാനാണ്, അച്ഛനൊരിടത്ത് അമ്മ ഒരിടത്ത്, ഈ ഞങ്ങൾക്ക് വല്ല സമാധാനം സ്വസ്ഥതയുണ്ട്, ഒരു സ്നേഹമുണ്ട് ഈ വീട്ടിൽ, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന ആലോചിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ആകെ പെട്ടുപോകുന്നത് മക്കളാണ് എന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയാം. അപ്പോൾ അലീന പറയുന്നുണ്ട് അതൊക്കെ വിട്, അതൊക്കെ ശരിയായിക്കോളും, നീ ഇവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തി എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോടി, എനിക്ക് ആകെ കിട്ടുന്ന ഒരു മനസ്സമാധാനം, ഒരു മനസ്സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് അമലിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്നതാണ്, അത് ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ അമലിനോട് പിന്നെ അലീന ദേഷ്യപ്പെട്ടിട്ട് നീ എന്താണ് കണ്ണും വിളിച്ച് നിൽക്കുന്നത്, നിന്നോടല്ലടെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അമലിനെ അങ്ങനെ ഓടിച്ചിറക്കുകയാണ്, ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഓടിച്ചിറക്കുന്നുണ്ട്. അങ്ങനെ അമൽ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ബൈക്കിലേക്ക് പോയി കയറുന്നുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഒരു ബൈക്ക് ഇരിക്കുന്നത് അലീന ആദ്യമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അലീനയ്ക്ക് സംശയം വരാനുള്ള ഒരു കാരണം കേട്ടോ. ബൈക്കൊന്ന് കുറച്ച് മാറി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടേക്കായിരുന്നു, നിർത്തിയിട്ടേക്കായിരുന്നു, അതാണ് അലീനയ്ക്ക് ഒരു സംശയം വന്നത് ഇവിടെ ആരോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണ് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ ബബിത പറയുന്നുണ്ട് അമൽ നിൽക്ക്, ഞാനും വരാൻ നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അലീന കൈ പിടിച്ച് വെക്കണം. നീ എങ്ങോട്ടാണ് പോകുന്നത് ബബിത, നീ പോവണ്ട എന്ന് പറയുമ്പോൾ നീ ആരാടി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ, നിനക്ക് ഞാൻ അധികാരം തന്നിട്ടൊന്നുമില്ല എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ, മര്യാദക്ക് എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറയാം, നിന്നെ വിടില്ല ബബിത, ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട്
അലീന അവളെ പിടിച്ചു വെക്കാണ്. വിടടി എന്നെ വിട്, ഞാൻ പോവട്ടെ, അമൽ നിൽക്ക്, ഞാനും വരാം എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അലീന അവളെ പോവാൻ സമ്മതിക്കുന്നില്ല, അലീന പിടിച്ചു വെക്കുകയാണ്. ആ സമയത്ത് അമലാണെങ്കിൽ ബബിത വരും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബബിതയെ വീട്ടിലേക്ക് കണ്ട് തള്ളി കയറ്റിക്കൊണ്ട് അലീന ചൂലെടുത്തുകൊണ്ട് അമലിൻ്റെ പുറകെ വന്ന് അമലിനെ ഓടിക്കുക അവിടെ നിന്ന്. അങ്ങനെ തിരിച്ച് അമൽ അങ്ങനെ ബൈക്കെടുത്ത് ജീവനും കൊണ്ട് ഓടി പോകുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വീട്ടിലേക്ക് കയറുന്ന അലീനയെ ബബിത കയറി പിടിച്ചിട്ട്, നീ എന്തിനാടി അവനെ ചൂലുകൊണ്ട് അടിച്ച് ഓടിച്ചത്, നിനക്ക് എന്താടി അധികാരം അതിനുള്ളത്, നീ ആരാന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഒരു ദേഹോപദ്രവം ചെയ്യുന്ന രീതിയിൽ ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ ബബിത പെരുമാറുകയാണ്. അത് കണ്ടിട്ട് ശരിക്കും അലീന പേടിച്ചു പോവാണ്. ബബിതയുടെ ഈ പെരുമാറ്റവും ഈ സ്വഭാവ മാറ്റം ഇതൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് ആകെ ഭയം തോന്നുന്നുണ്ട്. എന്താ ബബിത നീ കാണിക്കുന്നത്, നിനക്ക് എന്താ ഒരു ബോധമില്ലേ, നീ എന്തിനാണ് ഇത്രയും അവനിൽ അഡിക്റ്റ് ആയേക്കുന്നത്, നിനക്ക് നിൻ്റെ ലൈഫ് നേരെ പോകാനൊന്നും ആഗ്രഹമില്ലേ, നീ എന്തിനാണ് നിൻ്റെ ലൈഫ് കൊണ്ടുപോയി കളയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ആരാടി എൻ്റെ ലൈഫ് നന്നാക്കാനായിട്ട്, എവിടുന്നോ തെരുവിൽ നിന്ന് വന്ന് കയറിയവൾ, എൻ്റെ ലൈഫിനെ പറ്റി ആദ്യം കയറേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ആദ്യമൊന്നും നിനക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് ബബിതയാണെങ്കിൽ ഇങ്ങനെ ആകെ വറീഡായിട്ട് അമൽ എങ്ങോട്ട് പോയി എന്നുള്ള ആകെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അലീന അവളോട് പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമലാണെങ്കിൽ അമലിനെ വിളിക്കാൻ നോക്കുന്നുണ്ട്, ബബിത അമൽ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ബബിത വീണ്ടും അലീനയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തിയിൽ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു പിടിവലി പോലെ നടക്കുകയാണ്. പെട്ടെന്ന് ബബിത അങ്ങനെ ഒന്ന് തളർന്ന് വീഴുക കേട്ടോ അവിടെ. അപ്പോൾ എന്ത് പറ്റി ബബിത, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ബബിതനെ ഇങ്ങനെ തട്ടി വിളിക്കുന്ന സമയത്ത് ബബിത ഉണരുന്നില്ല. ബബിത ഇങ്ങനെ മയങ്ങി അവിടെ വീണേക്കാണ്. അപ്പോൾ അലീന ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബബിത എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അലീനയ്ക്ക് അറിയാം. അപ്പോൾ എന്താണെങ്കിലും ബബിതയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ അലീന ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ബബിതയെ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബബിത ആകെ മയങ്ങി കിടക്കുകയാണ്. മയക്കത്തിൽ നിന്നിങ്ങനെ ഉണരുന്നൊന്നുമില്ല, ഇങ്ങനെ തല ചുറ്റി വീണതുപോലെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഈ ദേവമാത ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്, വൈജയന്തി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നുണ്ട്. അവിടുന്ന് അവർ ടെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ പിന്നീട് അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ഇയാളുടെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അനിയത്തിയാണ് ഡോക്ടർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് അവൾക്ക് പറ്റിയത് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്താണ്, അവൾ എന്താ ചെയ്യുന്നത്, അവൾക്ക് എത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ ഇങ്ങനെ ഏജൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ക്യാരിയിങ് ആണ് എന്ന് പറയാണ്. ആ റിസൾട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അലീന അത് കേട്ടിട്ട് ഞെട്ടിപ്പോവുക കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അലീന ഞെട്ടിപ്പോവാണ്. ആ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, തല താഴ്ത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാണ്, ഇതിപ്പോൾ പോക്സോ കേസൊന്നുമല്ല, കാരണം ഏജ് 18+ ആയതുകൊണ്ട് പോക്സോ ഒന്നുമല്ല. പക്ഷേ വിവാഹം കഴിക്കാതെ ഗർഭിണിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ വലിയൊരു ഇഷ്യൂ തന്നെയല്ലേ എന്നിട്ടിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിൽ തല കുനിച്ചിങ്ങനെ നിൽക്കാൻ, അലീന എന്ത് ചെയ്യണമെന്നറിയാത്ത ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇങ്ങനൊരു വാർത്ത ഒരിക്കലും കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. അലീന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അമ്മയുടെ പാത തന്നെ മകളും പിന്തുടർന്നു പോയല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് അലീന. അപ്പോൾ അലീന ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടർ പ്ലീസ്, ഡോക്ടർ ഇത് ആരോടൊന്നും പറയരുത്, ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി തരണം എന്ന് പറയുമ്പോൾ, എന്ത് പോംവഴി കണ്ടെത്താനാണ് എന്ന് ചോദിക്കണം. ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടർ സോൾവ് ആക്കി തരണം എന്ന് പറയാട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എൻ്റെ കുട്ടി ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ആകെ സീനാകും, ഇതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മറ്റാരെങ്കിലും കാണുന്നതായിരിക്കും നല്ലത്, മറ്റെവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ പ്ലീസ് ഞങ്ങൾ കൈ ഒഴിയരുത്, ഇവളുടെ ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ബബിതയാണെങ്കിൽ ആകെ ഒരു പരവേശത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ബബിതയ്ക്ക് അങ്ങനെ ഇനിയിപ്പോൾ എന്താണെങ്കിലും അമലിൻ്റെ കൂടെ പോവാം എന്നുള്ളൊരു ധാരണയിലാണ് ബബിത നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നേരിടാം എന്നുള്ളൊരു രീതിയിലാണ് ബബിത നിൽക്കുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന ഇങ്ങനെ ആകെ പകച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിലാണ്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്നിട്ട് വീട്ടിലൊക്കെ പോയിട്ട് അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് സംസാരിക്കുക, അതിനുശേഷം അവരെയൊക്കെ കൂട്ടിയിട്ട് വാ, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അലീന ബബിതയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അലീന ഇങ്ങനെ ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ ആയിട്ട് ബബിതയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബബിത ഒരു
കൂസലും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇത് ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം അമൽ എന്നെ വിവാഹം കഴിക്കും, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അലീന പറയുന്നത്, ബബിത നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, നിനക്ക് നിൻ്റെ ജീവിതത്തെ പറ്റി ഒരു ചിന്തയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമൽ എന്നെ വിവാഹം കഴിക്കും, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും എന്നുള്ള രീതിയിൽ ബബിത സംസാരിക്കണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഈ വിവരം നിൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ, എന്താ അവസ്ഥ, ഞാൻ അമലിൻ്റെ കൂടെ ഇറങ്ങിപ്പോകും എന്ന് പറയാണ്. നിനക്ക് നിൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒന്നും ഒരു തരി സ്നേഹം പോലും ഇല്ലേ, നിനക്ക് നിന്നോട് പോലും ഒരു സ്നേഹമില്ലല്ലോ എന്ന് പറയുമ്പോൾ, എൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ഒന്നുമല്ല, അമലാണ് എൻ്റെ ലോകം. അതുകൊണ്ട് എനിക്ക് അമലിൻ്റെ കൂടെ പോയാൽ മതി, അവൻ എന്നെ പൊന്നു പോലെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കാണാൻ നമുക്ക്, ഈ വാർത്ത നീ ഒന്ന് അവനെ അറിയിച്ചു നോക്ക്, അപ്പോൾ അവൻ കൈയൊഴിയുന്നത് കാണാൻ നമുക്ക് എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത എന്നാലും പറയുന്നുണ്ട്, ഒരിക്കലും അമൽ എന്നെ ഒഴിവാക്കത്തില്ല, അമലിന് എന്നെ ഒരുപാട് സ്നേഹമാണ്, എന്നോട് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് കാണിക്കും എന്നൊക്കെ വെല്ലുവിളിക്കുകയാണ്. ശരി വാ, നിൻ്റെ ഈ വിശേഷം കയ്യാലെ തന്നെ നിൻ്റെ അമ്മയെ അറിയിക്കാം എന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് പേടിയാവുന്നുണ്ട്. വേണ്ട, അമ്മയെ അറിയിക്കാനോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എപ്പോഴായാലും എല്ലാവരും അറിയില്ലേ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം എല്ലാവരും അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും പറ്റത്തില്ല, ഇപ്പം തന്നെ നിൻ്റെ അമ്മ ഈ വിശേഷങ്ങളൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന ബബിതയും കൂട്ടിയിട്ട് വൈജയെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ വൈജ അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ആ സമയത്ത് അലീനയും ബബിതയും കൂടി വരുന്നത് കണ്ടപ്പോൾ ബബിതയോട് തട്ടിക്കയറുന്നുണ്ട്, നീ എന്തിനാ ഇവളുടെ കൂടെ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവളെ എൻ്റെ കൂടെ വന്നതല്ല, ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയണം. എന്തിനാണ് എൻ്റെ ഒരു മോളെ നീ കൈവശപ്പെടുത്തി വെച്ചേക്കണം, നീ ഇവളെയും കൂടി നിനക്ക് നിൻ്റെ വശത്താക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും വശത്താക്കി വെച്ചിട്ടൊന്നുമില്ല, പിന്നെ കൃഷ്ണമോളെ എൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ള ബോധ്യം കൊണ്ടാണ് എന്ന് പറയണം. അപ്പോൾ ബബിതയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കണം. നിനക്ക് എന്ത് പറ്റി ബബിത, നിൻ്റെ മുഖം താകെ വിളറിയിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ ചെറിയൊരു വയ്യായികയൊക്കെ ഉണ്ട്, എന്താണെങ്കിലും അമ്മയുടെ മോളല്ലേ, ആ കഴിവ് മോളും തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ വൈജ ഞെട്ടിപ്പോവാണ്, എന്താ ഇപ്പോൾ അലീന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ എങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിൽ അലീനയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പറയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ബബിതയ്ക്കാണെങ്കിൽ പേടിയുണ്ട്, ഇത് ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തിട്ട്. അലീന പറയുന്നുണ്ട്, അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്, എന്താ ബബിത, എന്താ പറ്റി നിനക്ക്, എന്താ വയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ലമ്മേ, ഒരു ചെറിയ തലവേദന, പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാണിക്കാനായിട്ട് വന്നതാണ് എന്ന് പറയണം. യൂറിൻ ഇൻഫെക്ഷനോ, നീ എന്താ വെള്ളം കുടിക്കാറൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. ആ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടമ്മേ, പിന്നെ വെള്ളം നിൻ്റെ ബാഗിലേക്ക് എടുത്തു വെച്ച് തന്നാൽ പോലും നീ കൊണ്ടുപോകത്തില്ലല്ലോ, പിന്നെ എങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റീസൺ എന്താണെന്ന് വെച്ചാൽ അവൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം കൊണ്ടാണ് യൂറിൻ ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ പറയാനും വയ്യാത്തൊരവസ്ഥയിലാണ്. പക്ഷേ അലീന അതിങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. യൂറിൻ ഇൻഫെക്ഷൻ വരാൻ വെള്ളം കുടിക്കാത്തതിൻ്റെ കാരണമൊന്നുമല്ല, വേറെ റീസണൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, വേറെ എന്ത് റീസണാണ് എന്ന് ചോദിക്കണം. അപ്പോൾ ബബിത വീണ്ടും കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട്, പ്ലീസ് പറയല്ലേ എന്നുള്ള രീതിയിൽ കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് രണ്ട് മനസ്സാണ്, പറയണോ വേണ്ടേ എന്നുള്ളതിൽ. അപ്പോൾ അലീന ഇങ്ങനെ സ്വയം മനസ്സിലിങ്ങനെ പറയാണ്, അമ്മ ചെയ്ത തെറ്റ് തന്നെ മകളും ചെയ്തു, ഒരുത്തന്നെ പ്രേമിച്ച് അവൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നിങ്ങനെ മനസ്സിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബബിതയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അത് പറയാനും തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അമലുമായിട്ട് സംസാരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പിന്നെ അങ്ങനെ വൈജയനെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുന്നുണ്ട്. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ബബിത പറയുന്നുണ്ട്, തൽക്കാലം ഇത് ആരോടും പറയണ്ട കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, അച്ഛൻ വരട്ടെ, എന്തായാലും അച്ഛനോട് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, പ്ലീസ് പറയല്ലേ, ഞാൻ അമലിനെ വിളിക്കട്ടെ, അമൽ എന്നെ സ്വീകരിക്കും, അമൽ എന്നെ വിവാഹം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ ശരി, നീ അമലിനെ ഒന്ന് വിളിക്കുക, എന്താണ് അമൽ പറയുന്നത് കേൾക്കാമല്ലോ എന്ന് പറയണം. അങ്ങനെ ബബിത അമലിനെ വിളിക്കുന്ന സമയത്ത് അമലിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമൽ ആകെ ഷോക്കായി പോവാട്ടോ. അമൽ പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ ഇത് തൻ്റെ തലയിലാവുമല്ലോ എന്നുള്ള ഒരു ചിന്ത അമലിന് വരികയാണ്.
അപ്പോൾ അമൽ ഫോൺ കട്ടാക്കിയത് കണ്ടിട്ട് വീണ്ടും ബബിത ഫോണിലേക്ക് റിങ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അമൽ പറയുന്നുണ്ട്, ബബിത ഞാൻ അല്പം തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, കണ്ടില്ലേ അവൻ നിന്നെ ഒഴിവാക്കുകയാണ്, ഈ കാര്യം അറിഞ്ഞ സമയം മുതൽ അവൻ നിന്നെ ഒഴിവാക്കുകയാണ്. നീ അവനെ വിശ്വസിച്ചില്ലേ, അവന് വേണ്ടിയിട്ടല്ലേ ഇത്രയും നാൾ വാദിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും നാൾ അവനെ വിശ്വസിച്ച് പോയിക്കൊണ്ടിരുന്നില്ലേ, ഇപ്പം അവൻ നിനക്കിട്ട് പണി തന്നില്ലേ എന്ന് പറയണം. അപ്പോൾ ബബിത ആകെ തകർന്നു പോകണം. ഇല്ല അമൽ എന്തോ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്നാൽ നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ വേണ്ട നാളെ വിളിച്ചു നോക്ക്, അവൻ തിരിച്ചിങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, നീ ഒന്ന് കാത്തിരുന്ന് നോക്ക്, അവൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വിളിക്കത്തില്ല, ഇനി നീ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കാനും പോകുന്നില്ല എന്ന് പറയണം. അങ്ങനെ അലീന പറയുന്നുണ്ട്, പക്ഷേ നീ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്, എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടാമെന്ന് പറയുന്നുണ്ട്. അലീന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത വീണ്ടും ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് അമലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കേൾക്കുന്നത്. പിന്നീടാണെങ്കിൽ അമൽ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ബബിത ആകെ ടെൻഷനായിട്ട് ഒരു രാത്രി മുഴുവനും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതുവരെ ബാലചന്ദ്രനോടൊന്നും അലീന പറയുന്നില്ല കേട്ടോ. അങ്ങനെ കാത്തിരുന്നിട്ട് പിറ്റേ ദിവസം ഫോൺ വിളിക്കുന്ന സമയത്ത് അമൽ വിളിക്കും എന്ന് ഓർത്തിട്ട് വിളിക്കുന്നില്ല. പിറ്റേ ദിവസം ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ അമൽ ഈ കേസ് വിട്ടു, തന്നെ കൈയൊഴിഞ്ഞു എന്നുള്ളൊരു സത്യം ബബിത തിരിച്ചറിയാണ്. ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി എന്നറിയാതെ പകച്ച് നിൽക്കുകയാണ് ബബിത. പക്ഷേ ബബിതയ്ക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് ബബിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അലീന തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ദിവസമായിട്ട് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.